ഓക്കെ വിജയൻ ഫസ്റ്റ് ടൈം ഓപ്പൺ ആയിട്ട് വന്നു. അന്ന് എപ്പോൾ വന്നാണ്? അല്ല, ഞാൻ ഓരോന്നോരോന്നായിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, സോ ഹായ് ഗൈസ്, നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് പോലെയാണ്. ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, മൂവി റിലേറ്റഡ് തിങ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുക. ഇതിന്റെ അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് ഫ്യൂച്ചറിൽ തുടർന്ന് കൊണ്ടുപോകാം. സോ ഫസ്റ്റ് ഇതിങ്ങനെ തുടർന്ന് പോകും. ഇന്ന ടോപ്പിക് എന്നില്ലാതെ മൂവി റിലേറ്റഡ് തിങ്സ് നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ ഒരു ഫസ്റ്റ് ഒരു റിയാക്ഷൻ അങ്ങനെ തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. സോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം ബാക്ക് എടുത്ത് വേറെ വീഡിയോക്ക് ഞങ്ങളുടെ ചെറിയ വെറുപ്പിക്കൽ മാത്രമാണ്. അത്രേ ഉള്ളൂ. സിനിമ ഇഷ്ടമുള്ളവര് കണ്ടാൽ കമന്റിലിടാം. നിങ്ങൾ എന്താ പറയാ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ? റെഡി. സോ ഫസ്റ്റ് ഞങ്ങള് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ലിയോന്റെ പോസ്റ്റേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ലിയോന്റെ ആ ഒരു പോസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോ പറ മോനെ, നമുക്ക് ഫസ്റ്റ് ലുക്കോട് തുടങ്ങാം. ഫസ്റ്റ് ലുക്ക്. സോ ഫസ്റ്റ് ലുക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം? പറ, രണ്ടുപേരും. എനിക്ക് പക്ഷേ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോ അത്രയൊന്നും തോന്നിയില്ല. ആ ഒരു വിജയിന്റെ പടം പറഞ്ഞാൽ വിജയിന്റെ ഫാൻസ് എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ട്, അത് കാണുമ്പോ ശരിക്കും ഫാൻ മെയ്ഡ് പോലെ തോന്നില്ല. പക്ഷെ ഇത് കാണുമ്പോ ഫാൻ മെയ്ഡ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അല്ല, അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഒക്കെ തന്നെ എന്താ പറയാ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എല്ലാവരും ചെയ്യാൻ തുടങ്ങി. എന്താ ഒരു ലെവലില് അടിച്ചങ്ങോട്ട് കേറുകയാണ് ആ ഒരു പോസ്റ്റേഴ്സ് എല്ലാം തന്നെ. ഇത് റിയൽ ആണോ തിരിച്ചറിയാതെ പോലെ. ഇത് കാണുമ്പോ ഫാൻ മെയ്ഡ് പോലെ എനിക്ക് ആദ്യം തോന്നിയത്. എനിക്ക് എങ്ങനെ തോന്നുന്നത്? നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു ഇല്ലടാ, സൂപ്പറായിട്ടുണ്ട്. ഒന്നാമത് സ്റ്റോറി ടെല്ലിംഗ് ഇല്ലേ, എന്താണ് കഥ, ഏതാണ് കഥ എന്നുള്ള ആ രീതിയിൽ ഇപ്പോ ഒന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മാസ്റ്ററിന്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇവര് രണ്ടാളും കൂടെ ഇങ്ങനെ നിക്കണ സീനില്ലേ, അതൊക്കെ അത് പോസ്റ്റർ വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ട്. ഒറ്റ കുത്തില്ല വന്നിട്ടില്ലടാ. തേർഡ് പോസ്റ്റർ കുത്തണതല്ല, ഇവരിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നതല്ലേ. അതാണ് പറഞ്ഞത്, അല്ലാതെ പറഞ്ഞല്ല. അപ്പോ എന്താ പറയാ, ആ ഒരു സാധനം അതിൽ വന്നിട്ടുള്ള മാസ്റ്ററിന്റെ പോസ്റ്റർ എല്ലാം തന്നെ അടിപൊളിയാണ്. എനിക്ക് ആ ഫസ്റ്റ് ലുക്ക് എനിക്ക് അധികം വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. മറ്റേ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ, അത് വലിയ കാര്യമായിട്ട് തോന്നില്ല. ഒരു ഗ്ലിറ്റർ പോലെ സെയിം. ഇപ്പോ മാസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, ആ ഒരു ക്യാരക്ടറിന്റെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ന്യൂ ഇയറിന്റെ തലേ ദിവസം അങ്ങനെ എന്തായിരുന്നു ഇത് വന്നത്, ഫസ്റ്റ് ലുക്ക് വന്നത്. ഇതും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ക്യാരക്ടർ, അതായത് ഈ ചെന്നൈയിലെ സ്ഥലം ഹൈന, ആ സാധനത്തിന്റെ ഒരു ക്യാരക്ടർ പോലെ വിജയ് ഒരു അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നോക്ക്, ഒരാളുടെ കൈ കാണുന്നുണ്ട്, ഒരാളുടെ കൈയുണ്ട്, രണ്ട് പല്ലുണ്ട്, പിന്നെ ഹൈന, പിന്നെ ആ കാശ്മീർ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, എന്താ സാധനം, ഇൻ ദ വേൾഡ് ഓഫ് അൺടേംഡ് റിവേഴ്സ് കാം വാട്ടേഴ്സ് എയ്തർ become divine goods or dreaded demons. ഓക്കെ, അല്ല അതായത് എന്താ പറയാ, എന്താണ് അതിന് പറയാ, നല്ലതല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അതായത് ഞാൻ ഇത് കറക്റ്റ് ആയിട്ടുള്ള പറയല്ല, നല്ലതല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള വാട്ടർ പോലും എന്താ പറയാ ആ ഡെമൺസിന്റെ ചെകുത്താന്റെ ആയുധമാകുന്നോ അങ്ങനെ എന്തോ. മനസ്സിലായി സംഭവം. അപ്പോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോ സോ മാസ്റ്ററിന്റെ ആ ഫസ്റ്റ് ലുക്ക് വന്നപ്പോ സമയത്ത്
വലിയൊരു ഫീല് തോന്നിയില്ല. സെക്കൻഡ് ലുക്ക് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എല്ലാ കുട്ടികളും തിരിഞ്ഞു നിൽക്കുമ്പോ ഇവൻ മാത്രം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്ന ആള്. പക്ഷെ തേർഡ് ലുക്കിൽ ഞാൻ വീണു. അതിങ്ങനെ കണ്ടിങ്ങനെ രോമാഞ്ചം എന്റെ അമ്മേ. അതെ. പിന്നെ അതിനുശേഷം ഈ മാസ്റ്റർ റിലീസ് ആകാൻ കുറെ ടൈം എടുത്തു അല്ലെ? കൊറോണ സമയത്ത് ടൈം എടുത്തപ്പോ ഓരോ അപ്ഡേറ്റിനും അവര് ഓരോരോ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്തോണ്ടിരുന്നു. ഓർമ്മയില്ലേ? അപ്പൊ ആ റിലീസ് ചെയ്ത പോസ്റ്റേഴ്സ് ഒക്കെ തന്നെ അടിപൊളിയായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് വിജയിന്റെ പടത്തിന് വന്നിട്ടുള്ള പോസ്റ്റേഴ്സിൽ ഏറ്റവും നല്ല പോസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്ററിന്റെ ഞാൻ പറയുള്ളൂ. സോ ഞാൻ ഇതിനും അങ്ങനെ എക്സ്പെക്ട് ചെയ്തു. തുപ്പാക്കി നല്ല പോസ്റ്റേഴ്സ്. കത്തി ഓൾസോ കത്തി മോഷൻ പോസ്റ്റർ വേറെ ലെവലായിരുന്നു. മോഷൻ പോസ്റ്റർ കത്തിന്റെ ആ ഒരു സാധനം അതായത് ഇതുവരെ വന്ന തമിഴിൽ വന്നിട്ടുള്ള തമിഴിൽ അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ പറ്റില്ല, ചാനൽ വന്നു വേണ്ട, തമിഴിൽ വന്നിട്ടുള്ള മോഷൻ പോസ്റ്ററുകളിലെ ഏറ്റവും ക്രിയേറ്റീവ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കത്തിയാണ് അനിന്റെ ബീജം വന്നു കഴിഞ്ഞപ്പോ തീർന്ന് അവിടെ കിട്ടി ഹൈപ്പ്. ആ ഒറ്റ പോസ്റ്ററിൽ കിട്ടി, ആ മോഷൻ പോസ്റ്ററിൽ കിട്ടി ഹൈപ്പ്. സോ ഈ ലിയോന്റെ ഈ ലുക്കിനെ കുറിച്ച് പറ. ഈ ഒരു ഇത് എനിക്ക് എക്സ്പെക്ട് ചെയ്തില്ല, ഇങ്ങനെ ഒരു സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. സോ കുഴപ്പമില്ല എനിക്ക്. പക്ഷേ ആവറേജ്. സോ നമുക്ക് ഫസ്റ്റ് ഇനി അടുത്ത് ഇതിനു മുമ്പ് വന്ന ആദ്യത്തെ പോസ്റ്റർ കന്നഡ പോസ്റ്റർ അല്ലെ? കന്നഡ പോസ്റ്റർ ഇത് കുഴപ്പമില്ല. കാരണം ഞാനൊരു ഡിസൈനർ ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഇതില് എലമെന്റ്സ് ആഡ് ചെയ്തിരിക്കുന്നതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ കീപ് കാം ആൻഡ് അവോയ്ഡ് ദ ബാറ്റിൽ. ഓക്കെ, കീപ് കാം ആൻഡ് അവോയ്ഡ് ദ ബാറ്റിൽ, അതായത് കുറച്ച് ശാന്തമായിട്ടിരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആ ഒരു മെയിൻ പോസ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഐ തിങ്ക് വിജയിന്റെ പ്രൊഫൈൽ പിക്ക് അതാണെന്ന് തോന്നുന്നു. അല്ല, ആദ്യത്തെ മേക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ വിജയ് ഈ പോസ്റ്റ് ഉണ്ട്, ഈ ഒരു പോസ് ഒരു ഫോട്ടോ റിയൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു പാട്ടില് വിജയ് നടന്ന സീനാണോ? ഞാൻ പറഞ്ഞ എനിക്കിതില് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഓടി വരുന്ന സാധനം. അല്ലാതെ ഈ പോസ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. സൂം ചെയ്യാൻ പറ്റില്ല മോനെ ഇൻസ്റ്റാഗ്രാമ് പറ്റോ? ഇല്ല. വിടി കാര്യമില്ല. അപ്പോ സോ ഈ ഒരു പോസ്റ്റർ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ എംബ്ലം നോക്ക്, ലോഗോ. ഈ ലോഗോ വന്നിട്ട് ഈ കോയിനായിട്ട് ഇപ്പൊ കുറെ വരുന്നു തോന്നുന്നു അല്ലെ? അതായത് ബ്ലഡ്. ഏത് മുട്ടായോ? ഏത് ബ്ലഡാടാ? ബ്ലഡ് ആ ഗോൾഡ് ആയിരുന്നു, അതിനെ ബ്ലഡിന്റെ ആ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇത് കുഴപ്പമില്ലാന്ന് തോന്നി, അധികം പ്രശ്നമില്ലാന്ന് തോന്നി. ഈ ഒരു പോസ്റ്റർ ഇത് പക്ഷെ എനിക്ക് ഫസ്റ്റ് അറിയാം മാസ്റ്ററിൽ സെക്കൻഡ് പോസ്റ്റർ അങ്ങനെ കുഴപ്പമില്ല. തെലുഗു അല്ലേ? തെലുഗു ഇത് കന്നഡ, അത് തെലുഗു. ഇത് വലിയ പ്രശ്നമില്ലാന്ന് തോന്നി. ഡു നോട്ട് എന്റർ ആ ഒരു പോലീസിന്റെ സംതിങ്. വിജയുടെ വൈഫിനെ ആരെ കൊന്നിട്ട് അവനെ അവിടെ കരണ്ടിട്ട് പറയാലേ, ഞാൻ കൊല്ലും. ഞാൻ എന്തായാലും കൊല്ലാണ്ടിരിക്കില്ല, ആരെങ്കിലും കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട്. അപ്പൊ അത് ഓക്കെ. എനിക്കറിയില്ല ഈ സീനിലൊക്കെ അനി എന്താ വെച്ചിരിക്കുന്നത് എനിക്കറിയാം. ജയിലുകളിൽ കണ്ട ജയിലുകളിൽ ഇവര് മറ്റേ ആ ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോണ സീനില്ലേ, ഒരു ബീജിയം ഉണ്ട്. എന്ത് ബീജിയം നൈസായില്ലായിരുന്നു. ഞാൻ 2 തവണ കണ്ടിട്ടുണ്ടായിരുന്നു. റെജിനടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മറ്റേ ഇതിന് വന്നിട്ട് ഈ സിനിമ എനിക്ക് ആവറേജ് ആയിട്ട് തോന്നുന്നത്, പക്ഷെ അനിയാണ് കൊണ്ടുപോയത് പറഞ്ഞു. എനിക്ക് ജയിലർ പടം ഇഷ്ടമായില്ല, ഞാൻ സത്യം പറയാം. എനിക്ക് ജയിലർ ഇഷ്ടമല്ല, വിജയ് ഫാനാണ്, അതുകൊണ്ട് പറയാം. എനിക്ക് KGF ഇഷ്ടമല്ല, ജയിലർ ഇഷ്ടമല്ല. KGF ഹേറ്റേഴ്സ് എന്തെങ്കിലും കമന്റ് ചെയ്യാം. നെക്സ്റ്റ് പോസ്റ്റർ ഹിന്ദി പോസ്റ്റർ നോക്കാം. ഹിന്ദി അല്ല, തമിഴ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാധനം ഒരു തേർഡ് പോസ്റ്റർ ആദ്യമായിട്ടാണ്. ബിസി ഷെഡ്യൂളിൽ ഇതൊക്കെ മാറുന്നു നോക്കിയില്ല. പോസ്റ്റർ ബിസി ഷെഡ്യൂൾ.
അടിപൊളിയുണ്ട്. ഇതില് സോറി നമ്മൾ ആ ക്യാപ്ഷൻ നമ്മൾ വായിച്ചില്ല. ആ ക്യാപ്ഷൻ എന്തായിരുന്നു? കീപ് കാം ആൻഡ് പ്ലോട്ട് യുവർ എസ്കേപ്പ്. അതായത് എസ്കേപ്പിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്. കീപ് കാം ആൻഡ് പ്രിപ്പയർ ഫോർ ബാറ്റിൽ. ബാറ്റിലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അതാണ് സംഭവം. അതായത് ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ ഇത് എന്തിനു ചേട്ടനാണ് കത്തിയാണ്. മറ്റേ ബ്ലഡി സ്വീറ്റ് ആ കോസ്റ്റ്യൂം അല്ലേ? ആണ് കോസ്റ്റ്യൂം അത് വെച്ച് കോസ്റ്റ്യൂം വേറെ ഏതാണ്? അല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കത്തിയല്ലേ? അതിനെ ഷാർപ്പ് അല്ല, ആ സീനിലെ കത്തി ഷാർപ്പ്. അതെ മറ്റേ കത്തിയൊക്കെ ഇതാക്കണ കാണുമ്പോ ഫാക്ടറി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ആ ചങ്ങലൊക്കെ ഉണ്ട്. അതെ ഫാക്ടറിയാണ്. ഐ തിങ്ക് മറ്റേ നമ്മളുടെ ഈ പ്രൊമോ ഉണ്ടല്ലോ, പ്രൊമോയിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് നൈസ് ഗൈസ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. തമിഴ് പോസ്റ്റർ നന്നായി. ഇത് ഹിന്ദി പോസ്റ്റർ ഐ തിങ്ക് ഇതാണ് മോസ്റ്റ്ലി എല്ലാവർക്കും അത് എക്സ്പ്രഷൻ കമന്റ് തന്നെയാണ്. ഈ സീല് വെറും ഒന്നുമല്ല, ഒരു മിഠായി ഉണ്ടായി സഞ്ജയ് ദത്ത് ഒറ്റയ്ക്ക് ഇതാണ് ഡയലോഗ്. സൂപ്പറായി. ആരെയാ കമന്റ് അത് ശരിയാണ്. ഈ പോസ്റ്ററാണ് എല്ലാരും ഡിസപ്പോയിന്റ്മെന്റ് ആയത്. ഐ തിങ്ക് പോസ്റ്റ് അപ്ഡേറ്റ് ഇടാണ്ട് നേരെ ടീസറോ പ്രോമോ ഇട്ടിട്ട് പടം റിലീസ് ചെയ്യണം. ഇങ്ങനെ അപ്ഡേറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ പടത്തിന്റെ ഇപ്പൊ ഹൈപ്പ് കമ്മിയാക്കണ പോലെ ഉള്ളത് ഇത്. പക്ഷെ ഇത് കാര്യമില്ല, ഇത് കുറെ ട്രോള് വന്നിട്ടുണ്ട്. അതെ കാര്യമില്ല. പക്ഷെ മെയിൻ ഒന്ന് പറയാനുള്ളത്, ലേലം സിനിമയിൽ അങ്ങനെ എന്തോ സുരേഷ് ഗോപി NF വർഗീസിന്റെ സെയിം ഒറ്റ മാറ്റമില്ല, ആ ഒരു സെയിം എക്സ്പ്രഷൻ വിജയ് പക്ഷെ ആ മൂന്നിലുള്ള ആ സാധനം സൂപ്പറായിട്ട്. ഞാൻ പറഞ്ഞ ആ ഫാക്ടറിയിൽ എന്തോ സീനായിട്ടുള്ളതാണ് തോന്നുന്നത്. മൊത്തം ലാസ്റ്റത്തെ ഇതിലും ബാക്ക്ഗ്രൗണ്ടിൽ തീയുണ്ട്. ആ ഒരു സീനാണോ? ഡിസ്ട്രിബ്യൂഷൻ ഗോൾഡ് മൈൻസ് അവർ ഓരോരുത്തർ ആ കന്നഡ തെലുഗു ഡിസ്ട്രിബ്യൂഷൻ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലെ ഗോൾഡ് മൈൻസ്. ഈ ഹിന്ദിയിലെ പോസ്റ്ററിൽ വലിയ വ്യത്യാസമില്ല. അതായത് ആ ലോഗോ ടൈറ്റിൽ നെറ്റ്ഫ്ലിക്സ് ഓക്കെ, സോണി മ്യൂസിക്, സണ്ണ് നന്നായിട്ടുണ്ട്. ഈ ഇപ്പോ ഇത് ഡിസൈൻ ചെയ്ത് ഗോപി പ്രസന്നയാണെന്ന് തോന്നുന്നു ഐ തിങ്ക്. പക്ഷെ എനിക്കിതിന് തോന്നുന്നത് ഇത് LCO അല്ല. എനിക്ക് തോന്നുന്നു എനിക്ക് അതാണെന്നാണ്. കാരണം അവർക്ക് അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കത് മുമ്പേ പറയായിരുന്നല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ LCO പറഞ്ഞിട്ട് എല്ലാരും ഹൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഹൈപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇനി LCO അതെ മെൻഷൻ ചെയ്യുന്ന അല്ല. എനിക്ക് തോന്നുന്നത് ഇത് LCO തന്നെയാണെന്ന് തോന്നുന്നത്. എന്റെ അഭിപ്രായത്തില് എനിക്ക് തോന്നിയില്ല LCO ആയിരിക്കും, തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് ചെയ്ത് ഗോപി പ്രസന്നയാണ്. സംഭവം അയാളുടെ പോസ്റ്റേഴ്സ് ഒക്കെ, ഈ വിക്രമിന്റെ പോസ്റ്റർ കണ്ടിട്ടില്ലേ, ഒരു യെല്ലോയിഷ് ഒരു ടച്ച് ഉണ്ടാവും എല്ലാത്തിലും. ഈ മഞ്ഞ അതായിരിക്കും മസ്റ്റ് ആണ്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഫസ്റ്റ് 2 പോസ്റ്റർ മഞ്ഞ വിട്ടിട്ട് വൈറ്റിൽ. പക്ഷെ ഇതേവരെ ഈ കൈദിയുടെ പ്രൊഡ്യൂസർ ഈ സിനിമയുടെ പോസ്റ്റർ എന്തോ വന്ന സമയത്ത് വെൽക്കം ടു അനദർ യൂണിവേഴ്സ് അങ്ങനെ എന്തോ കൊണ്ട് ഇട്ടുണ്ടായിരുന്നു. അത് ട്വിറ്ററിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി ഇത് വേറെ യൂണിവേഴ്സ് അത് വേറെ യൂണിവേഴ്സ് രണ്ടും കൂടെ മിക്സ് ചെയ്യാനുള്ളതാണെന്ന് അറിയില്ല. പക്ഷെ ഇതില് നീ ഒരു കോമൺ ശ്രദ്ധിച്ച ട്രോള് കണ്ട ഒരു വടിവേല് ഓട്ടോയിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ വയ്യാൻ വേണ്ടി കുറെ പേരിനെ ഷെയർ ഓട്ടോ കയറ്റാൻ വേണ്ടി അത് വിജയ് വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ അർജുന അതിനൊക്കെ കയറ്റിട്ട് അവസാനം ഇവൻ സീറ്റില്ല നീ പോകുന്ന വിജയൻ പോലെ ആ ട്രോള്. അല്ല ഈ കാസ്റ്റ് ഇത്രയും പേര് പോകുന്നത് ഓക്കെയാണ്, പക്ഷെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു കൊണ്ടുപോകാൻ. പക്ഷെ ഇത് എന്താ പറഞ്ഞാൽ പെട്ടെന്ന് ആള് വരും മരിക്കും അങ്ങനത്തെ ലെവലാണോ? ഈ ഡൗട്ട് തന്നെയായിരുന്നു എനിക്ക് ജയിലറിലുണ്ടായിരുന്നത്. പക്ഷെ ജയിലറിൽ എന്തൊക്കെയായിരുന്നു മോഹൻലാല്, ശിവരാജ്, പക്ഷെ അതൊക്കെ വേണ്ട സ്ഥലത്ത് മാത്രം അങ്ങനെ അത്രയൊന്നുമില്ല ഗൈസ്. പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടു പോയി. 2 തവണ തിയേറ്ററിൽ പോയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് തവണ കണ്ടപ്പോ തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് ബോധിച്ചൊന്നുമില്ല. ഭയങ്കര പോസ്റ്റർ കാണുമ്പോ സഞ്ജയത്തിന്റെ അവസാനം ഇത് എനിക്ക് വിജയ് ദേവറോന്റെ ഒരു പടം ഉണ്ടായിരുന്നില്ല ലൈഗർ വന്നിട്ട്, ലൈഗറിലെ വില്ലനായിരുന്നു ഇവനാണോ? അല്ല മറ്റേ എന്തായിരുന്നു
മറ്റേ എന്തലി ബോക്സർ മുഹമ്മദ് അലിയോ അല്ല സോറി എന്താണ് മൈക്ക് ടൈസനാണ് വിജയ് ദേവറിന്റെ തല്ലുന്ന സീനുണ്ട്. അത് കാണുമ്പോ എല്ലാവരും ചിരിച്ചാണ്. അത്രയും വലിയ ആളെന്നല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ സീൻ ഇങ്ങനെ ആവോന്നൊരു സംശയമുണ്ട്. അതായത് ഈ ഗോകുൽ പ്രസന്ന തന്നെ ഒരുപാട് പേര് ട്രോളിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ പറയുക, இனிமே தளபதி படத்துல ஒர்க் பண்ணாம இருக்க முடியுமா, எப்ப பார்த்தாலும் ஒரே கோல்ഡ് പോസ്റ്റർ ഞാൻ പറഞ്ഞേ. ഇവരെ കുറെ പേര് ട്രോളിക്കൊണ്ടിരുന്നു. എന്നിട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് ഒരു ട്വിറ്ററിൽ ഒരു ഇതിട്ടുണ്ടായിരുന്നു. എന്താണ് അവർക്ക് വേണ്ട പോസ്റ്ററാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്, അല്ലാതെ നല്ല പോസ്റ്റർ അല്ല ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് അവർക്ക് ഡയറക്ടർ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, ഡയറക്ടേഴ്സ് റിക്കവർ ചെയ്യുന്ന അല്ലെങ്കിൽ കഥ റിക്കവർ ചെയ്യുന്ന പോസ്റ്റർ അല്ലെ. ഗോകുൽ പ്രസന്നയാണ് ഈ സിനിമയുടെ മൊത്തം എഡിറ്റിംഗ് അല്ലെ പോസ്റ്റർ മാത്രം. പോസ്റ്റർ ലളിത്തില്ലേ, മറ്റേ ലളിതാണ് പ്രൊഡ്യൂസറ്. സിനിമ കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ലോകേഷിനെ വിളിച്ചു കൊടുക്കുന്ന അറിയോ, മറ്റേ ഈ എഡിറ്റർ നന്നായി പണിയെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ പടത്തോட ഡയറക്ടർ എന്നെ சொல்ல முடியாது, എന്നെ ഒന്നും சொல்லியா വേണ്ടി ചോദിച്ചുകൊണ്ട് എഡിറ്റർ നന്നായിട്ടുണ്ടായിരുന്നു പറയുന്നത്. പിന്നെ അപ്പോ മൊത്തത്തിലൊരു എനിക്ക് എക്സ്പെക്ടേഷൻ ആ ഒരു തലവതി 67 ആണ്. ഇതാ ഇത് ലിയോ, ഞാൻ പറഞ്ഞു ലിയോ 67. ആ ഒരു 67 ഉണ്ടായിരുന്ന സമയത്തുള്ള ഹൈപ്പിന്റെ പകുതി ഹൈപ്പ് എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ. ഞാൻ ഭയങ്കര വലിയൊരു വിജയ് ഫാനാണ്. എന്നിട്ട് പോലും എനിക്ക് വലിയൊരു ഹൈപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒന്ന് നോക്കിയാൽ അങ്ങനെ പോയി കാണുന്നതായിരിക്കും കുറച്ച് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പോയി കാണാം. പിന്നെ ഈ കണക്ട് ആണ്, അത് LC ആണോ അതൊന്നുമല്ല, വിജയിന്റെ സിനിമ പോയി കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നൊരു ഇഷ്യൂ പറഞ്ഞാൽ അറിയില്ല, ഇത് റൂമേഴ്സ് ആണോന്ന് അറിയില്ല. പറയാൻ കേട്ടത് എന്താണെന്ന് പറഞ്ഞാൽ വിജയ് വന്നിട്ട് തൃശ്ശൂരിന്റെ കൂടെയുള്ള ഒരു സോങ് വേണമെന്ന് ലോകേഷിന്റെ അടുത്ത് ചോദിച്ചെന്നോ, ലോകേഷ് അത് വേണ്ടെന്ന് പറഞ്ഞോന്നോ, പറ്റില്ല എന്ന് പറഞ്ഞോന്നോ, അങ്ങനെ വിജയ്ക്കും ലോകേഷിനും സം റൂമേഴ്സ് അവിടേക്കൊക്കെ. റൂമേഴ്സ് എന്നല്ല, മറ്റേ ഇതില് യൂട്യൂബില് 2 വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോ ഇതാണ് ലിയോന്റെ ഹൈപ്പ്. ഇത്രയുള്ള എനിക്ക് ലിയോന്റെ ഹൈപ്പ് എന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് ലിയോന്റെ പോസ്റ്റർ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ചെയ്യുക. കാരണം ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ, പേഴ്സണലായിട്ട് ഒന്നും എടുക്കണ്ട. അതെ, ചുമ്മാ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിക്ക് ഫാൻ മാറുന്നല്ല. ഞാൻ നല്ല വിജയ് ഫാനാണ്, ഞാൻ ഗംഭീര വിജയ് ഫാനാണ്, ഇവർക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം, ആർക്കും അധികം ഹൈപ്പ് കൊടുക്കണ്ടെന്നേ ഞാൻ പറയുന്നു. ലോകേഷിനായിക്കോട്ടെ, അനിരുദ്ധിനായിക്കോട്ടെ, വിജയ്ക്കായിക്കോട്ടെ, ആർക്കും അധികം ഹൈപ്പ് കൊടുക്കുന്ന കാര്യം. പക്ഷെ ഈ ഹൈപ്പില്ലേ ഒരു ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രി തന്നെ ചേഞ്ച് ആക്കാൻ പോകുന്ന ഈ സബ്ജക്ട് ഉണ്ട് നമ്മുടെ. ഇത് ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മൂവി അടുത്ത മൂവി എന്ന് പറയുന്നത് ശരിക്കും കൈതി എടുക്കേണ്ടതാണ്. ഇനിയിപ്പോ അത് പറ്റില്ല, ഇനി റെജിന്റെ പടം എടുത്ത് പിന്നെ സൂര്യനെ വെച്ചിട്ട് പടം എടുത്തിട്ട് പിന്നെ കൈതി എടുക്കുള്ളൂ. കാർത്തി ലാസ്റ്റ് ഇന്റർവ്യൂല് പറഞ്ഞു മറ്റേ സൂര്യനെ വെച്ചുള്ള പടം കഴിഞ്ഞിട്ട് കൈതി എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ല, സൂര്യനെ വെച്ച് ഇരുമ്പ് കൈമായോ ഇവൻ ഇതൊക്കെ എവിടെ കൊണ്ട് എനിക്കറിയില്ല. പക്ഷെ മര്യാദക്ക് ഇപ്പൊ ലിയോ കഴിഞ്ഞ ശേഷം കൈതി എടുത്താണെങ്കിൽ കുറച്ചും കൂടി സൂപ്പർ. എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായത് ലിയോ വേഗം കഴിഞ്ഞിട്ട് കൈതി എടുക്കണം. റോളക്സ് എൻട്രി ഇല്ലേ, അപ്പൊ റോളക്സിന്റെ ക്യാരക്ടർ കുറച്ചും കൂടി ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചും കൂടി പവർ ആക്കണ്ടേ. പക്ഷെ എനിക്ക് സത്യസന്ധമായിട്ട് പറയണം, നീ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റോളക്സിന്റെ ആ റോള് കണ്ടിട്ട് ഇവൻ എന്ത് ഈ കോൾ മീ സാർ എന്നൊക്കെ വിളിക്കാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് കാണുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കാണുമ്പോഴാണ് പിന്നെ ഒരു എന്താ പറയാ, ആ സമയത്ത് എന്തെങ്കിലും പറയുന്നത് എനിക്ക് എന്റെ ഫീൽ മൊത്തം എങ്ങനെയായിരുന്നു, തിയേറ്റർ മൊത്തം കത്തിക്കൊണ്ടിരിക്കണ സൂര്യൻ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് കോൾ മീ സാർ എന്ന്. പക്ഷെ അത് പിന്നെ കാണുമ്പോ പിന്നെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നീട് പറയാൻ തുടങ്ങി. ആ ഒരു കണ്ണിന്റെ ഷോട്ട് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത സീനാണ്. ആ ഒരു കണ്ണ് മാത്രം, ലുക്ക്, താടി എല്ലാം തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു റോളക്സ്. പക്ഷെ എന്താ പറയാ, വിക്രം ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടോ. വിക്രം ഇഷ്ടപ്പെടാത്ത ഒരു കമലഹാസന്റെ സിനിമകൾ എടുത്തു പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു കഥ ഒന്നുമില്ല. കമലഹാസനെ അപേക്ഷിച്ച് ഇതൊരു സിനിമയല്ല. കമലഹാസനെ ഇതൊരു വെറും ഒരു എന്താ പറയാ കമേഴ്ഷ്യൽ പടം അത്ര തന്നെ. അതും ഫാൻ ബോയ് ഐറ്റൊന്നുമില്ല. കാരണം ആൾക്ക് അത്രയ്ക്കും കുറച്ചും കൂടി ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ഒന്നുമില്ല. പക്ഷെ നല്ലൊരു കുഴപ്പമില്ല, എല്ലാ കമേഴ്ഷ്യൽ ആയിട്ട് എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ കമലഹാസന്റെ സിനിമകൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ കഥയില്ല, ഒരു പ്രത്യേകിച്ച് ഒരു ഇതില്ല.
കമലഹാസന്റെ മുൻപിലുള്ള പടങ്ങൾ എന്താ പറയാ, ഈ നമ്മളുടെ ദശാവതാരം അല്ലെങ്കിൽ അതുപോലുള്ള ഐക്കോണിക് പടങ്ങൾ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോ വിക്രം ഒന്നും നമ്മുടെ ഇതോ കമലഹാസന്റെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പടം വിശ്വരൂപം വിശ്വരൂപമില്ലല്ലോ ഉത്തമവില്ല ബെസ്റ്റ് പറഞ്ഞ റാമിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടാ മനസ്സിലായി. ആള് പറയുന്നത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയ സിനിമ എന്ന് പറഞ്ഞിരിക്കുന്ന ആള്. ഓസ്കാർ ഒക്കെ കിട്ടേണ്ട ഒരു സിനിമ, പടം ഫ്ലോപ്പായിരുന്നു. ഇതുപോലെ തന്നെ മിക്കവാറും കമലഹാസന്റെ പടങ്ങൾ മൊത്തം ഇപ്പൊ കൾട്ട് ക്ലാസിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പടമൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ വിശ്വരൂപം 2 എനിക്ക് ഇഷ്ടമായിരുന്നു. അത് മറ്റേത് എടുക്കാൻ പറ്റാണ്ട് എടുത്തല്ലേ, അവന്റെ കമലഹാസന്റെ മറ്റേ ഇതില്ല മർദ്ദനായകത്തിനെ ഇറക്കാൻ പറ്റാണ്ടായപ്പോ അതിന് ഇതാക്കിട്ട് ആള് ചെയ്ത പക്ഷെ അതാണ് നല്ല ബെസ്റ്റ് ഫാൻ ബോയ് സംഭവം എന്ന് പറയുന്നത്. ഹേറാമാണ് ഏറ്റവും ബെസ്റ്റ്. അത് സ്റ്റോറി രീതിയിലാണെങ്കിലും ശരി, മേക്കിംഗ് ആണെങ്കിലും ശരി, എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ അതിലില്ലേ, അതിൽ ഇൻസ്പയർ ആയിട്ട് ആ സിനിമ കണ്ടിട്ട് ഒരു ഇംഗ്ലീഷ് സിനിമയില് അവര് കോപ്പി ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് ആ കാർട്ടൂൺ A സർട്ടിഫിക്കറ്റ് എന്ന സംതിങ് കിട്ടുന്നുണ്ട്. കിൽബില്ലാണെന്ന് തോന്നുന്നു അത് അങ്ങനെ എടുത്തിരിക്കുന്നത് കാർട്ടൂൺ ഇതിൽ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ആക്ഷൻ സീൻസ്, ഭയങ്കര ആക്ഷൻ സീൻസ്. കിൽബില്ലല്ലേ അത്? എനിക്കതറിയില്ല ഏതോ ഇംഗ്ലീഷ് പടം പക്ഷെ എടുത്തിട്ടുണ്ട്, ഇൻസ്പയർ ആയിട്ടാണ് ഇൻസ്പയർ ആയിട്ടാണ് ചെയ്തത്. ആരെടുത്തു? മാർട്ടിൻ സ്കോർസെസി? അറിയില്ല, എനിക്കറിയാം. ജയൻ രവി ആ പടത്തിൽ അസിസ്റ്റന്റ് ആയിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫസ്റ്റ്. ശരിയാണ്. അപ്പൊ അതുപോലെ അന്വേഷവും എന്താണ്? പക്ഷെ നീ ഒന്ന് ആലോചിക്കുക, അന്വേഷണം ഡയറക്ട് ചെയ്ത് സുന്ദർ സിയാണ്. സുന്ദർ സിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പടം എടുത്തിട്ടുണ്ടായില്ല. ആരും വിശ്വസിക്കില്ല സുന്ദർ സി ആണെന്ന്. അല്ല, പിന്നൊരു കാര്യം, ഈ എന്താണ് സുന്ദർ സിനെ എടുത്ത് ചോദിച്ചു ഇന്റർവ്യൂല്, എന്താണ് അന്വേഷണം പോലെ ഒരു പടം നിങ്ങൾക്ക് എടുത്തൂടെ, എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ സുന്ദർ സി പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ആ പടം ഹിറ്റാക്കിയില്ല? ആ പടം ഹിറ്റാക്കിയതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ പടം ഞാൻ ചെയ്തിട്ടുണ്ടാവില്ലേ. നിങ്ങൾ ഹിറ്റാക്കിയത് അരൺമന, ഇങ്ങനത്തെ മസാല പടങ്ങളൊക്കെ ആയിരുന്നു, കലകലപ്പ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പടം എടുത്തിട്ട് ഞാൻ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഗിരിയൊക്കെ അവന്റെ അല്ലേ, ഗിരി. പിന്നെ ഇതില്ല വടിവേലിന്റെ കോമഡി, വിന്നർ വടിവേലിന് വേണ്ടി മാത്രം അല്ല അതന്നെ. അതില് ഈ ഹ്യൂമർ ആ ഒരു പാർട്ട് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പടമല്ല. ആ ഒരു സിനിമയിൽ ആ വടിവേലിന്റെ ക്യാരക്ടർ നമ്മളെപ്പോഴാണ് കൈപ്പുള്ള ഇങ്ങനെ നോണ്ടി നടക്കുന്നത്. പക്ഷെ ആ സീനില് വടിവേലി വന്നിട്ട് ശരിക്ക് ആളുടെ കാല് ഒടിഞ്ഞിട്ട് ആള് ശരിക്കും നടന്ന അത് മാനേഴ്സ് ആക്കിയതല്ല. ആള് നടന്ന് എന്താ കാല് ഒടിഞ്ഞതിന് നടക്കുന്നത് ആ മാനേഴ്സ് ആക്കിയിട്ട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുന്ദർ സി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല്, ഇന്റർവ്യൂല് ചെയ്യാൻ പറ്റില്ല ഷെഡ്യൂൾ ടൈമില് മാറ്റി. അതിന് വേണ്ടിട്ട് ഫസ്റ്റ് ആ കാല് തല്ലി അപ്പോ ആ അന്വേഷണം എടുത്ത സുന്ദർ സിന്റെ അവസ്ഥ ഇതാണ്. അതുപോലെ കമലഹാസൻ നീ കേട്ടിട്ടുണ്ടോ, വിശ്വരൂപം സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവന്റെ വീട് വരെ വിറ്റുണ്ട്. വിശ്വരൂപം 2 ആണെന്ന് തോന്നുന്നു. അതിന്റെ റിലീസിന് വേണ്ടിട്ട് എല്ലാം പോയി. പിന്നെ എനിക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ വീട് വരെ അവൻ വിറ്റിട്ടുണ്ട്. അപ്പൊ അവന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കമലഹാസൻ അതിൽ പറയുന്നുണ്ട്, എന്താണ് ഇതെനിക്ക് പുതിയതല്ല, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കില്ല, ഇല്ലെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പൊ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ പടം ഇറക്കിയത്. വിശ്വരൂപം 2 ഫ്ലോപ്പായി. അതെന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമാണ്. അതെന്താ പറഞ്ഞാൽ ഇത് വന്നിട്ട് 2 പറയുന്നത് ഈ 1 എന്തായിരുന്നു, അവൻ എന്തിനാണ് പോയത്, എന്തൊക്കെയായിരുന്നു 2 ഫുൾഫിൽ. അതുകൊണ്ട് 1 മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 4-5-6 തവണയോളം ഞാൻ കണ്ടിട്ടാണ് എനിക്ക് വിശ്വരൂപം 1 ഇത്രയെങ്കിലും ഒരു ഐഡിയ കിട്ടിയത്. 2 പക്ഷെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ സ്പൂൺ ഫീഡ് പോലെ എല്ലാവർക്കും മനസ്സിലാവും. ബില്ല 2 പോലെ ബില്ല 1 2 ആണ് സീക്വൽ അല്ലടാ, പ്രീക്വൽ അല്ലേ 2. അതിന്റെ 2 എന്ന് പറയുന്നത് ആ മുമ്പ് നടന്ന കാര്യങ്ങളാണ്, അതാണ് പ്രീക്വൽ. അതായത് വിശ്വരൂപം 2 ഒന്നും
വിശ്വരൂപം 2 പറഞ്ഞാൽ 1ന്റെ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അവിടെ പോയത് ആ കൺക്ലൂഷൻ എല്ലാം കൂടി അവിടെ ഇട്ടിട്ട് എടാ, ഒരു ഫിലിം പോലെ വിശ്വരൂപൻ 2 സീക്വല്, ബില്ല 2 പ്രീക്വല്. ശരിയാണ്. അതായത് തമിഴിൽ ആദ്യത്തെ പ്രീക്വലാണ് ബില്ല 2. അതായത് പ്രീക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപ് നടന്നതുണ്ട്, 1ന്റെ മുൻപ് നടന്നത് അതാണ് ബില്ല 2. അതും ഫ്ലോപ്പ്, ഇതും ഫ്ലോപ്പ്. വിശ്വരൂപൻ 2 ഫ്ലോപ്പ്. വിശ്വരൂപൻ 2 പക്ഷേ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് കൺക്ലൂഷൻ ആക്കി ഒരു സിനിമ. പിന്നെ ഞാൻ കുറെ അടുത്ത് കേട്ടിട്ടുണ്ട് കമലഹാസന്റെ ബാഡ് റൈറ്റിംഗ്സിൽ ഒന്നാണ് വിശ്വരൂപൻ 2. ബാഡ് റൈറ്റിംഗ്സ് ആണ് വിശ്വരൂപൻ 2. എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഒപ്പീനിയനിൽ അത് ശരിയാണ്. കാരണം 1 പക്ഷെ നീ ഒരു കാര്യം കൺക്ലൂഷൻ ആക്കാൻ വേണ്ടി 2 ഇല്ലേ, 2ന്റെ ഏറ്റവും അവസാനം തായ്ലൻഡില് അവരിങ്ങനെ കമലഹാസൻ ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു തീം അവിടെ എന്തോ എഴുതി കാണിക്കും. ഞാൻ ആ സമയത്താണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് തേർഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അതെ, ഇനിയിപ്പോ എന്തായാലും ഇനി തേർഡ് പാർട്ടൊക്കെ വരാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇനി വരാം ചാൻസ്. ഇപ്പോഴത്തെ നമ്മുടെ ആളുടെ റേഞ്ച് അനുസരിച്ച് ഇല്ല. ഇപ്പൊ ഇഷ്ടംപോലെ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. മേ ബി വരാൻ ചാൻസ്. മണിരത്നം പ്രോജക്ട് കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. മണിരത്നം, പിന്നെ അത് കഴിഞ്ഞിട്ട് എച്ച് വിനോദിന്റെ മഹേഷ് നാരായണൻ അതും പെൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. പാരഞ്ജിത്ത് പെൻഡിങ് ഉണ്ട്. ഇതെല്ലാം പെൻഡിങ് ഉണ്ട്. അപ്പൊ ഏതാ ചെയ്യാന്നുള്ളത് പിടുത്തൊന്നുമില്ല. നായകൻ 2 അല്ല, മറ്റേ ദേവമകൻ 2 അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് റൂമേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷെ വെയിറ്റിംഗ് ഇന്ത്യൻ 2 നമ്മൾ എപ്പോഴായിരുന്നു അതിന്റെ അനൗൺസ്മെന്റ്? അതില്ലേ, അത് ലാസ്റ്റ് ഒരാളെ മരിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്. മരിച്ച ഒന്നല്ല, ഇഷ്ടംപോലെ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ക്രെയിൻ സ്റ്റോപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇല്ല, അത് ക്രിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന പറയണ്ടായിരുന്നു. അല്ല, ഈ മറ്റേ നമ്മുടെ വിവേകിനെയും നെടുമുടി വേണുവിനെയും VFX-ലൂടെ അതായത് നമ്മള് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു അതിന്റെ ഓർമ്മയില്ല ഫസ്റ്റ് അനൗൺസ്മെന്റ് വന്നത്. അത് ബിഗ് ബോസ് ഇല്ലേ, ബിഗ് ബോസ്, സെക്കൻഡ് ബിഗ് ബോസ് എന്തായിരുന്നു. ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശങ്കറിനെയും വെയിറ്റ് ചെയ്തു. ഇന്ത്യന്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോ വന്നിട്ടല്ലേ എത്ര വർഷങ്ങളായി, ഇഷ്ടംപോലെ കൊല്ലങ്ങളായി, എന്നിട്ട് അതിന്റെ ഒരു എന്താ പറയാ ഒന്നും വന്നിട്ടില്ല. അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും പടം വേഗം പറയണ കേട്ടോ. അടുത്ത വർഷം അടുത്ത വർഷം മേ ബി ഉണ്ടാവായിരിക്കും. രാംചരന്റെ പ്രോജക്ട് രണ്ട് പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതില് സിദ്ധാർത്ഥ് ഉണ്ടല്ലേ, സിദ്ധാർത്ഥ് അല്ലടാ, ഇന്ത്യൻ വിക്രം ഉണ്ട്, സോറി സിദ്ധാർത്ഥ് ഉണ്ട്, ഇവനുണ്ട് ബോബി സിംഹ ഉണ്ട്, പിന്നെ കാജോൾ ഉണ്ട്. കാജോളോ? കാജലല്ലേ, അവളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാണ്, പിന്നെ ഒരു ബിഗ് ബോസിൽ ഒരുത്തനുണ്ടായിരുന്നു, അവനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ, തമിഴ് ബിഗ് ബോസിലെ അതിലൊരുത്തണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയുണ്ടെന്ന് കറക്റ്റായിട്ട് അറിയില്ല. സംഭവം നല്ലൊരു കാസ്റ്റ്. സിദ്ധാർത്ഥ് നല്ല സ്ക്രിപ്റ്റേ സെലക്ട് ചെയ്യുള്ളൂ. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതന്നെ, സിദ്ധാർത്ഥിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ അടിപൊളിയാണ്. ഈ ജിൽ ജങ് ജക് എന്റെ മോനെ പടപ്പർ പടം ഇനി ചിരിച്ച അടിപൊളിയാണ്. അത് ആ ഒരു കൗബോയ് ഒരു ഫീൽ വരും. പക്ഷെ അതും ഫ്ലോപ്പാണ്. വലിയ കാര്യമായിട്ട് ഹിറ്റ് ഞാനും അതുപോലെ തന്നെ കണ്ട്. ഏത് അടിപൊളി പടമാണ്, പക്ഷെ ഫ്ലോപ്പാണ്. എന്ത് പറയാം. അതുപോലെ എന്താ പറയാ, നമ്മളിപ്പോ കൾട്ടായിട്ട് കാണുന്ന പടങ്ങളൊക്കെ ഫ്ലോപ്പാണ്. അവരുടെ കാര്യമില്ല. അപ്പോ നമ്മള് പോസ്റ്റേഴ്സിൽ തുടങ്ങി ഇപ്പൊ എവിടെ എത്തി? ഒരു കണക്ഷൻ ലിയോ ആയിട്ട് ഒരു കണക്ഷൻ അല്ല, ലിയോ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ആ ജിൽ ജങ് ജക്കിന്റെ ഡയറക്ടർ ഇല്ലേ, ധീരജ് വൈദി, അവൻ ഇതില് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ലിയോന്. ശരിയാണ്. അപ്പോ എന്തായാലും കണക്ഷൻ ഉണ്ട്. ലിയോയ്ക്കും എൽസിക്കും കണക്ഷൻ ഉള്ള പോലെ നമ്മൾ ആദ്യം തുടങ്ങിയതിനും അവസാനത്തിനും ഒരു കണക്ഷൻ. ഈ കാണാൻ നിങ്ങൾക്ക് വല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ല മാസറാ കത്തായി ഇല്ല വേണ്ട. സിനിമ ഇഷ്ടപ്പെടുന്നവര് മാത്രം അത് കാണും. ബാക്കിയുള്ളവര് മാക്സിമം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും കമന്റ് ചെയ്യാ. എനിക്കറിയാം
ഫ്രണ്ട്സ് ആയിരിക്കും കമന്റ് ചെയ്യുക. അതെ, എന്നെ കമന്റ് ചെയ്യണം, അവനെ കമന്റ് അവര് കമന്റ് ചെയ്യും. മോശമായിട്ട് അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ കമന്റ് അത് ഞങ്ങൾ നമ്മള് അല്ല, ഇതിപ്പോ നമുക്ക് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ വ്യൂസ് അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡ്യൂറേഷൻ കൂട്ടാം. അത്രേ ഉള്ളൂ. വീഡിയോ നിർത്തണമെന്നില്ല, വീഡിയോ വീണ്ടും വരും. അടുത്ത ട്രെയിലർ വരുമ്പോ അടുത്ത വീഡിയോ എന്തായാലും വരും, ആ ദിവസം തന്നെ വരും. ഓക്കെ അല്ലേ? സോ താങ്ക് യു ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതില് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട അവോയ്ഡ് ചെയ്തോളൂ. പക്ഷെ ബെല്ലൈക്കൺ മറക്കണ്ട. അവോയ്ഡ് ചെയ്യുന്നു വേണ്ട, അവോയ്ഡ് ചെയ്ത് സിനിമനെ ഇഷ്ടപ്പെടുന്ന ഉണ്ണി വ്ളോഗ് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കേട്ടാ. ഓക്കെ, അപ്പോ പരിഗണിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ഗൈസ്, ബൈ.